തൊഴിൽ തട്ടിപ്പിനിരയായ അണക്കര സ്വദേശി ജിനു ലൂയിസിന് കുവൈറ്റിൽ നേരിടേണ്ടി വന്നത് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ക്രൂരമായ പെരുമാറ്റവും അമിത ജോലിഭാരവും. ജോലിക്കാർ അടക്കം 12 അംഗങ്ങളുള്ള വീട്ടിൽ ദിവസം 17 മണിക്കൂറോളമാണ് ജോലി ചെയ്യേണ്ടി വന്നത്. ഒരു മാസത്തെ ജോലിക്ക് ശേഷം നാട്ടിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഏജൻസിയിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും ദേഹോദ്രവം ഏൽപ്പിച്ചതായും പരാതിയുണ്ട്. മകന് നല്ല വിദ്യാഭ്യാസം നൽകണം, കടങ്ങൾ വീട്ടണം എന്നീ സ്വപ്നങ്ങളും മോഹങ്ങളുമായാണ് അണക്കര വെള്ളറയിൽ ജിനു ലൂയിസ് കുവൈറ്റിൽ ജോലിക്കായി വിമാനം കയറിയത്. ചെറിയ കുട്ടിയെ നോക്കുന്നതിന് എന്ന് പറഞ്ഞാണ് പാലായിലുള്ള ഏജന്റ് ബീന മുഖേന വിദേശത്ത് എത്തിയത്. എന്നാൽ 12 അംഗങ്ങളുള്ള വീട്ടിലെ മുഴുവൻ പണികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നതായി ജിനു പറഞ്ഞു. പുലർച്ചെ 4:45 ആരംഭിക്കുന്ന ജോലികൾ തീർത്ത് രാത്രി 1 മണിയോടെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാനുള്ള സമയം പോലും ലഭിക്കാറില്ല. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിന് ശാരീരികമായി ബുദ്ധിമുട്ടുള്ള വിവരം ഏജൻസിയെ അറിയിച്ചതോടെ 2 ലക്ഷം രൂപ നൽകണമെന്ന ഭീഷണിയാണ് ഇവർ ഉയർത്തിയത്. 1 മാസം ജോലി ചെയ്ത ശേഷം ഏജൻസിയുടെ ജീവനക്കാർ വന്ന് ഇവരുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് 4 ദിവസം ഇവിടുത്തെ AC മുറിയിൽ പുറത്തിറങ്ങാനാവാതെ അടച്ചിട്ടതായി ജിനു പറഞ്ഞു. ഇവിടെ കിടന്ന് നിങ്ങൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളെ വിടത്തില്ലെന്ന് ഏജൻസിക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും തുക വേണം, എന്നാലേ ഞങ്ങളെ വിടത്തുള്ളെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഞാനിങ്ങനെ ഡീൻ കുര്യാക്കോസ് MPക്ക് പരാതിയൊക്കെ കൊടുത്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്നെ പുറത്തിറക്കി റോഡിൽ കൊണ്ടുപോയി ഇട്ടത്, വലിച്ചിറക്കി. അവിടെ നിന്നാണ് പിന്നെ ഇന്ത്യൻ എംബസിയുടെ ഷട്ടറിലും എല്ലാം എത്തി. ഇന്ത്യൻ എംബസി എല്ലാം ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പോകണം, നാട്ടിൽ പോകണം, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു 3 പ്രാവശ്യം ഞാൻ എനിക്ക് ഒറ്റയടിക്ക് പൈസ കൊടുക്കാനില്ല, അതുകൊണ്ട് 3 പ്രാവശ്യമായിട്ടാണെങ്കിലും ഞാൻ നാട്ടിൽ പോയി ജോലി ചെയ്തിട്ട് ചേച്ചിക്ക് പൈസ തരാം, എന്നെ ഒന്ന് കയറ്റിവിടാൻ ഞാൻ ആകുന്ന പറഞ്ഞത്. അവർ വിട്ടില്ല. അന്ന് വിട്ടിരുന്നെങ്കിൽ സാറേ സത്യമായിട്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ കാണുമായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടതോടെ ബലമായി വലിച്ചിഴച്ച റോഡിലേക്ക് ഇറക്കിവിടുകയും ഏജൻസി ജീവനക്കാരിയായ രജനി എന്ന സ്ത്രീ ഉപദ്രവിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസിൽ മിസ്സിംഗ് കേസ് നൽകുകയും ജിനുവിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. നിയമ നടപടികൾക്ക് ശേഷം എംബസിയുടെ ഭാഗത്തു നിന്നും വേണ്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മകൻ മരിച്ച വിവരം അറിയാതെയാണ് നാട്ടിലെത്തിയത്. ഇതേ അവസ്ഥയിൽ ഏജൻസിയുടെ ചതിക്കുഴിയിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാനാകാതെ നിരവധി സ്ത്രീകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായും ജിനു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അണക്കര.